നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടനിപ്പോ കുഴപ്പമൊന്നുമില്ല ആന്റി. ചേച്ചിയുടെ ജാതകം നല്ലതായതുകൊണ്ട് സർജറി സക്സസ് ആയി നടന്നു. ഇപ്പൊ ഏട്ടൻ സംസാരിച്ചു തുടങ്ങി. സർജറിയോ? അപ്പൊ അപകടം അത്ര സീരിയസ് ആയിരുന്നോ? ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല ആന്റി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ ഹെൽത്തിയാ. ഞാൻ പറഞ്ഞില്ലേ നിഖിലെ, ഹരിതാത്ത് എന്തോ നടക്കുന്നുണ്ടെന്ന്. എന്റെ തോന്നൽ സത്യമായിരുന്നു. ഒരു തരത്തിലും ദൈവം നമുക്ക് സമാധാനം തരില്ല. അമ്മ ഇങ്ങനെ കരയാതെ ഏട്ടൻ റിക്കവർ ചെയ്തതിൽ ആശ്വസിക്കല്ലേ വേണ്ടത്. ഏട്ടൻ ഏത് ഹോസ്പിറ്റലിലാ യാമിനി? ഞാൻ പിന്നെ വിളിക്കാം, ആന്റി വിടുന്നുണ്ട്. ഹലോ ഹലോ, ശേ കട്ടായി. അമ്മ വിഷമിക്കാതെ നമുക്ക് ചേച്ചിയെ വിളിച്ചു നോക്കാം. എനിക്ക് ഗൗതമിനെ കാണണം, ഇപ്പൊ തന്നെ കാണണം. യാമിനി, നീ ആരുമായിട്ടാ സംസാരിച്ചത്? അതെന്റെ ഫ്രണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് ആണോ? അല്ല, ഗേളാ, ആർച്ച. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നിട്ട് എന്നെ കണ്ടപ്പോ നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? പറയടി, എന്തിനാ കട്ട് ചെയ്തതെന്ന്. അത് പിന്നെ ഞാൻ സംസാരിച്ച് തീർന്നിരുന്നു, അല്ലാതെ ആന്റി കണ്ടിട്ട് കട്ട് ചെയ്തതല്ല. അയ്യോ ആന്റി, നിഖിലേട്ടൻ? ഏതവനടി ഈ നിഖിൽ? സത്യം പറയടി, ഇവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ആന്റി ഉദ്ദേശിക്കുന്ന റിലേഷൻ ഒന്നും അല്ല. എന്നിട്ട് എന്തിനാടി നീ എന്നെ കണ്ട ഉടനെ ഫോൺ കട്ട് ചെയ്തത്? എന്തിനാ വിളിച്ചത്? കൂട്ടുകാരിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത്? നീ വിളിച്ചത് ആരാണെന്ന് എനിക്കറിയണം. ഇന്നത്തോടെ നിന്റെ സൂക്കേട് ഞാൻ തീർത്തു തരാം. ഏതോ ഒരു നിഖിൽ ദേ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നുണ്ടില്ലേ, നിഖിലേട്ടനെന്ന്. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് തുടങ്ങി പ്രേമം. എടീ, നിധി ചേച്ചിയുടെ ബ്രദർ നിഖിലിനാണോ നീ വിളിച്ചത്? അതെ ഏട്ടാ, ഞാൻ ഏട്ടന്റെ വിവരം പറയാൻ വിളിച്ചതാ. അവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ. വിളിച്ചത് നിഖിലേട്ടനാണെങ്കിലും സംസാരിച്ചത് ചന്ദ്രിക ആന്റിയോടാ. അതിന് ഈ ആന്റി എന്നെ എന്തൊക്കെയാ പറഞ്ഞത് ഏട്ടൻ കേട്ടില്ലേ? നീ എന്തിനാ നിധിയുടെ വീട്ടിൽ വിളിച്ചത്? ഇപ്പഴാ എനിക്ക് കൂടുതൽ കലിയായത്. ഇതിലും നല്ലത് നീ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നതായിരുന്നു. വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ നീ എന്താ നിധിയുടെ സ്പൈകളോ? എന്താ ആന്റി ഇത്? ഗൗതമേട്ടന്റെ കാര്യം അവരും അറിയണ്ടേ? തിരക്കിനിടയിൽ നിധി ചേച്ചി വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഇവള് വിളിച്ച് വിവരം പറഞ്ഞത് എന്തായാലും നന്നായില്ലേ? ഓ, ആ ദരിദ്രവാസി കൂട്ട ഇനി നില വിളിച്ച് നെഞ്ചത്തടിച്ച് ഹോസ്പിറ്റലിലെത്തും. അവറ്റകളെ കാണുന്നത് തന്നെ എനിക്ക് കലിയാ. ഏട്ടന് വേഗം റിക്കവർ ആവാൻ അവരുടെ പ്രാർത്ഥനയും നമുക്ക് വേണോ ആന്റി? പിന്നെ പ്രാർത്ഥന. നീ നിന്റെ അമ്മയെ പോലെ വിഡ്ഢിയാവരുത് പ്രണവ്. ഗൗതമിനെ നമുക്ക് തിരിച്ചു തരുന്നത് മെഡിക്കൽ സയൻസിന്റെ ശക്തിയാ, അല്ലാതെ ആരുടെയെങ്കിലും പ്രാർത്ഥനയല്ല. ഇനി നിധിയുടെ വീട്ടുകാരെ വിളിച്ച നിന്റെ മുട്ടുകാല് ഞാൻ തല്ലിയൊടിക്കും. മനസ്സിലായോ പറഞ്ഞത്? മോളെ, ആന്റി അങ്ങനെയൊക്കെ പറയും. നീ വിളിച്ചാൽ ഒരു തെറ്റുമില്ല. നേരത്തെ തന്നെ നിഖിലിനെയോ അങ്കിളിനെയോ വിളിച്ച് വിവരം പറയേണ്ടതായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. ഇനി ഞാൻ ഏട്ടന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നിഖിലേട്ടനെ വിളിച്ച് പറഞ്ഞോളാം ഏട്ടാ. വിളിക്കുന്നതൊക്കെ കൊള്ളാം, ആന്റി കാണണ്ട. ആ ശരി. ഈശ്വര, രക്ഷപ്പെട്ടു. ഇനി കുറച്ചു ദിവസത്തേക്ക് നിഖിലേട്ടനെ ഫോൺ വിളിക്കാനുള്ള ലൈസൻസ് കിട്ടി. ഇതായിരിക്കും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റ്. ഈ കഞ്ഞിയെ കുറിച്ച് പറഞ്ഞപ്പോ പോലും എനിക്ക് ഇത്രയും ടേസ്റ്റ് ഫീൽ ചെയ്തിരുന്നില്ല. ഇത് നമുക്കിടയിൽ നമ്മൾ പോലും അറിയാതുണ്ടായ നമ്മുടെ പരസ്പര വിശ്വാസത്തിന്റെ സ്വാദ. ആണോ? അതെ. അല്പകാലം മാത്രം പരിചയമുള്ള സാർ എന്നെ എങ്ങനെ ഇത്രത്തോളം മനസ്സിലാക്കിയെന്ന് ഓർക്കുമ്പോ എനിക്ക് അതിശയം തോന്നുന്നു.
നമുക്കിടയിൽ അല്പകാലത്തെ പരിചയമുള്ളെന്ന് ആര് പറഞ്ഞു? എനിക്ക് നിന്നെ മുന്നേ അറിയായിരുന്നു. എങ്ങനെ? പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കടവിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽപ്പടവിൽ. ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ? അതെ, എനിക്ക് വേണ്ടി പി ഭാസ്കരൻ മാഷ് പണ്ടേ എഴുതിയ പാട്ട്. പിന്നെ ഈ നൂറ്റാണ്ടിലെ പൂവൻകോഴിക്ക് വേണ്ടി ഭാസ്കര മാഷ് പണ്ടേ എഴുതി വെക്കല്ലേ. ഓ, ഞാൻ നിന്നെ ഒരു ദേവതയായി കാണുമ്പോ നീ എന്നെ ഒരു കോഴിയാക്കിയോ? വെറും കോഴിയല്ല, പൂവാലൻ കോഴി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ നിധി. ആ ഫേക്ക് വീഡിയോ എടുക്കാൻ നിന്റെ സാരി എടുത്ത് അവനെ സഹായിച്ചത് ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും. അതോടെ അമ്മയുടെ തെറ്റിദ്ധാരണ മാറും. അയ്യോ സർ, മിഥുൻ സ്കൂളിലെ PT മാഷായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം. എനിക്കതൊന്നും കേൾക്കേണ്ട നിധി, ഒന്നും അറിയാൻ വേണ്ട. പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ. അതെന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. ദാ കഞ്ഞി കുടിക്ക. ആ പോലീസിൽ പരാതി കൊടുത്തതോടെ ആ ശല്യം അവസാനിച്ചു എന്നാ കരുതിയത്. പക്ഷേ അവൻ വീണ്ടും. ഓട്ടോടു, സാരമില്ല. എല്ലാം സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസം. സാറിനോടുള്ള സ്നേഹം കാരണം എനിക്ക് വഴക്കിടാൻ തോന്നുന്നു. എന്നോട് തല്ലുകൂടെ എനിക്കും കൊതിയുണ്ട്. ആ വീട്ടിൽ ചെന്നിട്ടാവാം. മിസ്റ്റർ ഗൗതം സ്മാർട്ടായല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. വെൽക്കം. മാഡം കൂടെ ഉണ്ടെങ്കിൽ സാറിന് റൂമിലേക്കല്ല വീട്ടിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. എങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം ഡോക്ടർ. ഏയ്, അതിന് സമയമായിട്ടില്ല. തൽക്കാലം റൂമിലേക്ക് മാറിയാൽ മതി. ഓക്കെ? ചന്ദ്രിക, കേട്ടപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഗൗതം മോൻ എന്താ പറ്റിയത്? അവനിപ്പോ എങ്ങനെയുണ്ട്? ഓർത്തിട്ട് തന്നെ എന്റെ കൈയും കാലും വിറയ്ക്കുക. എന്റെ മകൻ വയ്യാതെ കിടക്കുന്നതിന് നിന്റെ കൈയും കാലും എന്തിനാ വിറയ്ക്കുന്നത്? ഇവർക്കും വിഷമമുണ്ടാവില്ലേ വസു? ഗൗതം ഇവരുടെ മരുമകനല്ലേ? ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഇവരുടെ മകളുടെ തോന്നിയാസം കൊണ്ടാ ഗൗതമിന് ഇങ്ങനെയൊക്കെ പറ്റിയത്. അവളുടെ കയ്യിലിരിപ്പുണ്ടാ ഗൗതമിന് ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. എന്റെ ചേച്ചി നല്ല പെൺകുട്ടിയാ. ചേച്ചിയുടെ ഭാഗ്യജാതകം കൊണ്ടാ ഗൗതമേട്ടൻ രക്ഷപ്പെട്ടത്. പിന്നെ ഭാഗ്യജാതകം ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിച്ചതുകൊണ്ടാ അവനെ തിരിച്ചു കിട്ടിയത്. എന്നിട്ട് നിന്ന് നാണം കെട്ട വർത്തമാനം പറയുന്നു. വൃത്തികെട്ട വർഗം. ഇങ്ങനെ അപമാനിക്കല്ലേ വസു? ഇവര് ഗൗതമിന് ആപത്ത് പറ്റിയെന്നറിഞ്ഞ് അവനെ കാണാനും അവന്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാനോ വന്നത്. ഇവരുടെ പ്രാർത്ഥന ഗൗതമിന് വേണ്ട. അങ്ങനെ പറയരുത് വസു. ഇവർ ഗൗതമിനെ കണ്ടിട്ട് പോട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്നെ ധിക്കരിക്കാനാണോ ഭാവം? ധിക്കരിക്കേണ്ട കാര്യങ്ങളെ ധിക്കരിക്കുക തന്നെ ചെയ്യും. നിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ലാതെ ഞങ്ങൾ എങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യും? ഓഹോ, എല്ലാവരും എനിക്കെതിരെ തിരികെയാണോ? എങ്കിൽ ഗൗതമിനോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞാൻ എന്റെ കാർ ഏതെങ്കിലും പാണ്ടിലോറിക്ക് അടിയിലേക്ക് ഓടിച്ചു കയറ്റും. ഗൗതമോനോട് എന്ത് തുറന്നു പറയുന്നത്? മാഡം നിങ്ങളും കൂടെ ചേർന്ന് ഗൗതം മോനോട് എന്താ മറച്ചു വെച്ചിരിക്കുന്നേ? വലിയ കുടുംബമാവുമ്പോ ഇവർക്കൊക്കെ മറക്കാനുള്ള രഹസ്യങ്ങളും വളരെ വലുതായിരിക്കും അമ്മേ. അതേടാ, ഞങ്ങളൊക്കെ ചേർന്ന് മറച്ചു വെച്ചിരിക്കുന്നത് ഒരു വലിയ രഹസ്യം തന്നെയാ. പക്ഷെ ആ രഹസ്യം ആദ്യം മറച്ചു തുടങ്ങിയത്
നിന്റെ ചേച്ചിയാ. നിധിയോ? അതെ, നിങ്ങൾക്ക് അവള് നിധി, ഞങ്ങൾക്ക് ദുർവിധി. നിധിയുടെ അവിഹിത ബന്ധം ഗൗതം കണ്ടെത്തി. ആ ടെൻഷനില് കാറ് ഡ്രൈവ് ചെയ്തതുകൊണ്ടാ എന്റെ മോൻ ആക്സിഡന്റ് പറ്റിയത്. എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഓ, നിനക്ക് അനാവശ്യമെന്ന് തോന്നുന്നത് നിന്റെ ചേച്ചിക്ക് ആവശ്യമായിരിക്കും. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു ദുർനടത്തിപ്പുകാരിയെ നിങ്ങൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത്?